കാറ്റലിസ്റ്റ് സ്കിൽ ഹബ് ഒരുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി 6 മാസ പഠനം, മികച്ച ജോലി. അടച്ചാക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടേയില്ല എന്നുള്ള വളരെ വ്യക്തമാണല്ലോ. നമ്മളല്ലേ പ്രിയദർശിനി തുടങ്ങിയത്. ചില പ്രസ്താവനകൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പ്രിയദർശിനി വേറെ ആരോ തുടങ്ങിയതാണ്, നമ്മൾ നിർത്താൻ പോകുന്നതാണ്. പ്രിയദർശിനി നമ്മൾ കണ്ടിന്യൂ ചെയ്യും. പ്രിയദർശിനി ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് പ്രിയദർശിനി. ആ പ്രിയദർശിനി ഇനിയും മുന്നോട്ട് പോകും. ചിലർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ചില CPM നേതാക്കൾ, ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു, ഇത് നിർത്താനുള്ള പരിപാടിയാണോ എന്നൊക്കെയുള്ള ചില സംശയങ്ങൾ വന്നിട്ടുണ്ട്. ഒരു സംശയവും ആർക്കും വേണ്ട. പ്രിയദർശിനി പൂർവാധികം ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ ആ സ്ത്രീകളോട് ഒരു തരത്തിലുള്ള വിവേചനവും ഇല്ലാതെയാണല്ലോ നമ്മൾ പെരുമാറുന്നത്. എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ, പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ വയസ്സുള്ള കൂടിയവരെന്നോ ഒന്നുമുള്ള വിവേചനങ്ങളില്ല. കൃത്യമായി ഏതൊരു സ്ത്രീക്കും പ്രിയദർശിനിയിൽ പോകാനുള്ള അവകാശമുണ്ട്. അത് അവരുടെ അവകാശമാണെന്ന് ഞാൻ മാധ്യമങ്ങളെല്ലാം നോക്കി. തീർച്ചയായിട്ടും അവരുടെ അവകാശമാണ്. ആരുടെ ഔദാര്യമല്ല, എന്റെ ഔദാര്യമല്ല, ഗവൺമെന്റ് ഔദാര്യമല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ധാരണകളും ഐക്യജനാധിപത്യ മുന്നണിക്കില്ല. പ്രിയദർശിനി എന്ന സ്കീം അത് ഈ ഗവൺമെന്റിന്റെ ശിശുവാണ്. അതിനെ ഞങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. പിന്നെ ഞാൻ ഇന്നലെ ഒത്തിരി കാഷ്വലായിട്ടാണ് പറഞ്ഞത്. പത്രങ്ങളൊന്നും ഇല്ലാത്തൊരു ചെറിയൊരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് സമ്മേളനം പോലൊരു മീറ്റിംഗ് ആയിരുന്നു. അവിടെ പറഞ്ഞപ്പോൾ ഞാൻ പറയേണ്ടാതിരുന്ന ചില വാക്കുകൾ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ. അത് ആർക്കെങ്കിലും ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. അതിലെനിക്ക് യാതൊരു ഈഗോയും ഇല്ല. അങ്ങനെ ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു, അത് ശ്രദ്ധിക്കണമായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു. അപ്പം അതുകൊണ്ട് അതിപ്പോൾ അങ്ങനെ ഒരു വിമർശനം വന്നതിലോ അല്ലെങ്കിൽ പ്രതിഷേധം വന്നതിലോ ഒന്നും ഒരു ഈഗോ, എന്താ പറയുക, അങ്ങനത്തെ ഒരു ഈഗോ എനിക്കില്ല. ഒരു ഫോൾസ് ഈഗോ ഇല്ല. അപ്പം അതുകൊണ്ട് ഒരു മന്ത്രി എന്ന രീതിയിൽ ഒരുപാട് പ്രിവിലേജുകൾ എല്ലാ മന്ത്രിമാർക്കുണ്ട്. അപ്പം അതുകൊണ്ട് അവർക്ക് ക്രിറ്റിസിസത്തിന്റെ ഒരു സ്പേസും ഉണ്ട്. അവരതിൽ അത് ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. മന്ത്രി ആ വാക്കുകൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്നുള്ളതാണ് സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്ന ഒരു ആവശ്യമെന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാനത് പറയാൻ പാടില്ലായിരുന്നു. അവിടെ തീർന്നു. അത് ഖേദം പ്രകടിപ്പിക്കാം. എന്താ വിഷമം? എനിക്കൊരു ഈഗോയും ഇല്ല. കാരണം അങ്ങനെ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഔപചാരികമായിട്ട് പറയുന്നു, ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം പ്രിയദർശിനി ഞങ്ങളുടെ പ്രസ്ഥാനമാണ്, ഞങ്ങൾ തുടങ്ങിയൊരു കാര്യമാണ്. അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയ കമ്മിറ്റ്മെന്റാണ്. അതിന്റെ ഉപഭോക്താക്കൾക്ക് അത് കിട്ടേണ്ടത് അവരുടെ റൈറ്റാണ്. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യമൊന്ന് വളരെ വ്യക്തമാക്കുകയാണ്. കേരളത്തിൽ ദാരിദ്ര്യമുണ്ട്. അതാണ് പൊളിറ്റിക്കൽ പോയിന്റ്. കേരളത്തിൽ നല്ല ദാരിദ്ര്യമുണ്ട്. അത് ഇല്ലാതായി എന്ന ചില സ്റ്റേറ്റ്മെന്റുകൾ ഇതിനു മുമ്പ് വന്നല്ലോ. അത് ശരിയല്ല. വളരെ കടുത്ത ദാരിദ്ര്യം ഇപ്പോഴുമുണ്ട്. അത് പരിഹരിക്കണം. അത് പരിഹരിക്കാണല്ലോ ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അത് പരിഹരിക്കാനോ അല്ലെങ്കിൽ അത് ഇളവ് ചെയ്യാനോ, അതിനെ മിറ്റിഗേറ്റ് ചെയ്യാന്ന് പറയില്ല, അല്ലെങ്കിൽ അതിനെ ഒന്ന് ചുരുക്കാനോ ആണ് ഈ പ്രിയദർശിനി ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെട്ടിട്ടുള്ളത്. 2000, 3000 രൂപ, 10,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരു തൊഴിലാളി സ്ത്രീക്ക് കിട്ടുമ്പോൾ അവർക്കത് വലിയൊരു ബെനിഫിറ്റ് അല്ലേ? ആ ബെനിഫിറ്റ് നിങ്ങൾക്കല്ല, എന്നെക്കാളും നിങ്ങൾക്കറിയാലോ, അവരോട് നിങ്ങൾ സംസാരിക്കുന്നതല്ലേ. അപ്പോൾ അതിനെയും കണ്ടിന്യൂ ചെയ്യും. ചിലർ പറഞ്ഞത് നിർത്താനുള്ള ഒരു തുടക്കമാണ്. നിർത്താനേ പോകുന്നില്ല, ഭംഗിയായിട്ട് പോവും എന്നാണ് പറയാനുള്ളത്. അതോടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഇത് KSRTCക്ക് ഒരു ബർഡനേ അല്ല. അത് നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ. ഇത് ഗവൺമെന്റ് പ്രോഗ്രാമാണ്. അപ്പോൾ ഗവൺമെന്റ് പ്രോഗ്രാം എന്നുള്ള നിലയ്ക്ക് 15 ദിവസമാണ് ജൂൺ മാസത്തിൽ നമ്മൾ നടത്തിയത്, റൈറ്റ്? ആ 15 ദിവസം നടത്തിയതിന് ഏതാണ്ട് 40 കോടി രൂപ ഗവൺമെന്റ് തന്നു കഴിഞ്ഞു. മനസ്സിലായോ? അപ്പോൾ കഴിഞ്ഞ വർഷം ഒരു ദിവസം എത്ര കളക്ഷൻ ഉണ്ടായിരുന്നോ ആ കളക്ഷൻ കുറയുന്നതാണല്ലോ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ആ കളക്ഷൻ ഒരിക്കലും കുറവ് വരാത്ത തരത്തിൽ ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോകും. സമയാവുന്നു. ഇനിയിപ്പോൾ ഞാൻ ഒന്നും കൂടെ പറഞ്ഞിട്ട് പ്രശ്നമാക്കണോ കയറരുതെന്ന്? അതിപ്പോ ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 5-6 സ്ത്രീകൾ വരുന്നു, നിങ്ങൾ കയറരുത്, നിങ്ങളത് കഴിഞ്ഞു എന്നൊക്കെ പറയുന്നതിന് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അവിടെ തന്നെ ബസ് കൂട്ടുക എന്നല്ലാതെ നിവൃത്തിയിൽ. ഇപ്പം ഇന്നലെ അവിടെ ഒരു വണ്ടി ഇട്ടു, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. അവിടേക്കൊരു ബസ്, അപ്പോൾ തിരക്കുള്ള സ്ഥലത്തേക്ക് ഒരു വണ്ടിയും കൂടെ ഇന്നലെ ഇട്ടു. ഈ ചുരമുള്ള സ്ഥലങ്ങളിൽ അതിപ്പോൾ നമുക്ക് നോക്കാം. അതായത് ചുരം കയറി പോകുന്ന വണ്ടികൾക്ക്
വലിക്കാനും ബുദ്ധിമുട്ടുണ്ട്, ഇച്ചിരി പഴക്കമുണ്ടല്ലോ വണ്ടികൾക്ക്. അപ്പോൾ അത്തരം ചുരം കയറി പോകുന്ന ഡ്രൈവർമാർക്ക് ഒരു റിസ്ക് ഉണ്ട്. ഞാൻ ഇന്നലെ ഡ്രൈവറെ കണ്ടു. ഡ്രൈവർ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു ഇതിന് പ്രശ്നമുണ്ടെന്നുള്ളത്. പിന്നെ അത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിച്ചു നിർത്താൻ തന്നെയാണ് അദ്ദേഹം ശ്രമിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു പ്രാളവും എല്ലാം കൂടെ ആയിട്ടും മനസ്സാന്നിധ്യം വിടാതിരുന്നുകൊണ്ടാണ് വലിയൊരു അപകടം നിന്ന് നമ്മൾ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ വല്ല കൊക്കയിലേക്കൊക്കെ മറിഞ്ഞിരുന്നെങ്കിൽ വലിയ പ്രശ്നമാകുമായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്തോ ആരും ആവശ്യപ്പെട്ടു, എനിക്ക് അങ്ങനെ ആരുടെ ആവശ്യപ്പെടണമെന്നില്ല. നിങ്ങളെപ്പോലെ ഒരാളാണ് ഞാനും. നിങ്ങളെപ്പോലെ ജോലി ചെയ്യുന്നു, ഇപ്പോൾ ഇവിടെ താമസിക്കുന്നു എന്ന് മാത്രം.